വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ജെ.വി. ഷാമിലിയെ മനസാക്ഷിയില്ലാതെ മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് കോടതി. നിയമസംരക്ഷണത്തിന് വേണ്ടി പോരാടേണ്ടവർ തന്നെ കുറ്റവാളികളാകുമ്പോൾ ഒരു ദാക്ഷിണ്യവും കോടതിയും കാട്ടിയില്ല. ഒരൊറ്റ ദിവസത്തെ ക്രൂരതയുടെ കഥയല്ല ഷാമിലിക്ക് പറയാനുള്ളത്. വീട്ടുകാരുടെ എതിർപ്പ് പോലും മറികടന്ന് ഇഷ്ടപ്പെട്ട അഭിഭാഷക വൃത്തിയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി കയറി വന്ന പെൺകുട്ടി തൊഴിലിടത്തിൽ സീനിയറുടെ ഭാഗത്ത് നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനമാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ പോലും മർദ്ദിച്ച കൊടും ക്രിമിനലായ ഈ അഭിഭാഷകനെ കുറിച്ച് കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. പ്രതിക്ക് സംരക്ഷണം ഒരുക്കാൻ പ്രമുഖ അഭിഭാഷകരും പാർട്ടി നേതാക്കളും കൈകോർത്തപ്പോൾ നിയമം ഷാമിലിക്ക് നീതി നൽകുന്നത് ഇന്ന് നമ്മൾ കണ്ടു. പരിശോധിക്കാം സ്പോട്ട് ലൈവിൽ ഈ വാർത്ത അടക്കം വിശദമായി. സ്വാഗതം. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ജെ.വി. ഷാമിലിയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ റിമാൻഡ് ചെയ്തു കോടതി. ബെയിലിനെ സെഷൻസ് കോടതി ഈ മാസം 30 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തൊഴിലിടത്ത് നടന്ന അതിക്രമത്തെ ഗൗരവമായി കാണണമെന്നും ജാമ്യം നൽകരുതെന്നും ഉള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി. ബെയിലിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അഡ്വക്കേറ്റ് ഷാമിലി തന്നെ മർദ്ദിച്ചെന്നും കണ്ണട അടിച്ചു പൊട്ടിച്ചെന്നുമായിരുന്നു ബെയിലിൻ ദാസിന്റെ വാദം. അതേസമയം ബെയിലിന് ഒളിത്താവളം ഒരുക്കിയവരെയും തേടുകയാണ് പോലീസ് ഇപ്പോൾ. വി അരുണാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, ജൂനിയർ അഭിഭാഷകയെ ഒരു വനിതയെ അതിക്രൂരമായി മർദ്ദിച്ച സീനിയറിനെ, ആ വാർത്ത നമ്മൾ കേരളം അതീവ ഗൗരവത്തോടു കൂടിയാണ് ചർച്ച ചെയ്തത്. അതേ ഗൗരവത്തിൽ തന്നെ കോടതിയും ഈ വിഷയം പരിഗണിച്ചില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണം. കാരണം ഇയാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ട എല്ലാ വാദങ്ങളും പ്രതിഭാഗം മുന്നോട്ട് വച്ചിരുന്നു. ഷാമിലിയാണ് പ്രശ്നമുണ്ടാക്കിയത്, ഷാമിലിയാണ് പ്രകോപനമുണ്ടാക്കിയത്. അതിനുള്ള തെളിവുകളും ഈ പ്രതിഭാഗം കോടതിയിൽ ജാമ്യാപേക്ഷ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വാദം നടക്കുമ്പോൾ ഹാജരാക്കിയിരുന്നു. അയാളുടെ ചെവിയിൽ അടിയേറ്റു, അങ്ങനെ കേൾവിക്കുറവുണ്ടായി, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായി, കണ്ണട പൊട്ടിച്ചു, പുരികത്ത് നഖക്ഷതമുണ്ട്, നഖം കൊണ്ട് ഏറ്റ പാടുണ്ട്. ഇതെല്ലാം ആക്രമണത്തിന് തെളിവായാണ് ബെയിലിൻ ദാസിൻ്റെ അഭിഭാഷകൻ ഉയർത്തിക്കാട്ടിയത്. പക്ഷേ കോടതി പ്രോസിക്യൂഷൻ്റെ വാദങ്ങളാണ് അംഗീകരിച്ചത്. ഒരു സ്ത്രീയെ, ജൂനിയറായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായാണ് ഇയാൾ മർദ്ദിച്ചത്. അതും കോടതിയുടെ അധികാരപരിധിക്ക് കുറച്ച് അകലെ മാത്രം. ഇന്ന് ഇയാൾക്ക് ജാമ്യം നിഷേധിച്ച കോടതിയിൽ നിന്ന് വിളിച്ചാൽ വിളികൾക്ക് ദൂരത്താണ് ഈ ബെയിലിൻ ദാസിൻ്റെ ഓഫീസ്, വക്കീൽ ഓഫീസ്. അവിടെയാണ് ഈ ഒരു അക്രമം നടന്നത്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ നിയമം സംരക്ഷിക്കേണ്ടവരാണ്, നിയമത്തിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് നൽകേണ്ടവരാണ്. അവരാണ് ഇത്തരത്തിൽ, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇത്തരത്തിൽ തൻ്റെ ഓഫീസിൽ വെച്ച്, അവരുടെ തൊഴിലിടത്ത് വെച്ച് ഒരു ജൂനിയർ അഭിഭാഷക അതിക്രൂരമായി മർദ്ദിച്ചത്. എന്തിൻ്റെ പേരിലാണെങ്കിലും അതിക്രൂരമായ മർദ്ദനമായിരുന്നു. എന്നിട്ട് അയാളെ സംരക്ഷിക്കാൻ വക്കീൽ, അഭിഭാഷക സമൂഹത്തിൻ്റെ ഒരു വിഭാഗം വലിയ രീതിയിൽ ശ്രമിച്ചു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമ്പോൾ അവിടെ കയറാൻ സമ്മതിക്കാതെ പോലീസിനെ തടഞ്ഞു. അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കി. എന്നിട്ട് ഇന്നലെ ഇയാളുടെ ഓഫീസ് പരിശോധിക്കാൻ വന്ന പോലീസിനെ അവിടെ വീണ്ടും തടഞ്ഞു. ഇയാൾക്ക് ഒളിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി, ഇയാൾക്ക് ഒളിയിടം ഒരുക്കി നൽകിയവരുണ്ട്. ജനറൽ ബോഡി യോഗം ചേരുമ്പോൾ ഷാമിലിയുടെ ഭാഗത്താണ് തെറ്റെന്ന് വീറോടെ വാദിച്ച വനിതാ അഭിഭാഷകർ അടക്കമുള്ളവരുണ്ട്. ബെയിലിൻ ദാസ് ചെയ്തത് ഗതിയില്ലാതെ ചെയ്തു പോയതാണ്, അയാളെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് ജനറൽ ബോഡി യോഗത്തിൽ വീറോടെ അവരുടെ നിലപാട് അറിയിച്ചവരുണ്ട്. പക്ഷേ അതെല്ലാം മറികടന്നും ഈ പൊതുസമൂഹം വലിയ ആശങ്കയോട് കൂടിയാണ് വിഷയത്തെ കണ്ടത്. സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ ഇത്തരം അതിക്രമം നേരിടേണ്ടി വരുന്നു. കോടതികളിൽ അത്തരം സംവിധാനങ്ങൾ, നിയമത്തിനപ്പുറത്തേക്കുള്ള ഇന്റേണൽ കമ്മിറ്റികളോ മറ്റ് സംവിധാനങ്ങളോ കോടതികളിലില്ല. അത് വേണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും സ്വന്തം ജൂനിയറായ അഭിഭാഷകയെ, പെൺകുട്ടിയെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ച ആൾക്ക് ജയിലിലേക്ക് പോകാൻ തന്നെയാണ് തൽക്കാലത്തേക്കെങ്കിലും കോടതി പറഞ്ഞിരിക്കുന്നത്. ഇയാളുടെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. 30-ാം തീയതി വരെയാണ് ഇപ്പോൾ റിമാൻഡ് കാലാവധിയുള്ളത്. പക്ഷേ നാളെ ഇയാളുടെ ജാമ്യ ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. നാളെ ഇന്ന് കേസ് പരിഗണിച്ച കോടതി അവധിയാണെന്ന സൂചന ഉണ്ടെങ്കിൽ മറ്റൊരു കോടതിയിലേക്ക് ഇത് മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇയാൾ രക്ഷപ്പെട്ടത് മുതൽ വലിയ പഴി പോലീസ് കേട്ടിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് വീഴ്ചയായി ചൂണ്ടിക്കാണിച്ചിരുന്നു. 3 ദിവസം ഇയാൾക്ക് പുറത്ത് നിൽക്കാൻ, ഈ ഒരു ക്രൂരകൃത്യം ചെയ്ത ശേഷം പുറത്ത് നിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ പോലീസ് ഇന്നലെ വളരെ കൃത്യമായ ഒരു നീക്കത്തിലൂടെ ഇയാളെ പിടികൂടുകയായിരുന്നു. ഇന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗമായി റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും
കൂടുതൽ കടുത്ത വകുപ്പുകൾ ഈ ഷാമിലിയുടെ മുഖത്ത് കവിളിൽ പൊട്ടലുണ്ട്, ആ വകുപ്പ് കൂടി ചേർത്താണ് ഇയാൾക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയത്. ഏതായാലും അത് കോടതി അംഗീകരിച്ചുകൊണ്ട് ഇയാളെ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തൊഴിലിടത്തിൽ ഈ 2025 ഒരു സ്ത്രീ എത്രത്തോളം അരക്ഷിതയാണ് എന്നുള്ളത് കൂടിയാണ് ഈ കേസ് പുറത്തേക്ക് വന്നപ്പോൾ, ഷാമിലിയുടെ പരാതി പുറത്തേക്ക് വന്നപ്പോൾ കേരളം ചർച്ച ചെയ്തത്. ഷാമിലി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് ഒരു ദിവസത്തെ വിഷയമല്ല, ഇതിനു മുമ്പും പലതവണ ബേലിൻദാസിന്റെ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ പോലും തന്നെ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ താൻ അത്രത്തോളം ഫൈറ്റ് ചെയ്താണ് ഈ ജോലിയിലേക്ക് വന്നത്. വീട്ടുകാരുടെ അനിഷ്ടം പോലും മറികടന്ന് ഈ തൊഴിലിടത്തേക്ക് എത്തിയപ്പോൾ അവിടെ നടന്ന പീഡനത്തെക്കുറിച്ച് ഒരുപക്ഷെ ആ ഘട്ടത്തിലൊന്നും പുറത്തേക്ക് പറയാനോ പരാതിപ്പെടാനോ ഷാമിലിക്ക് സാധിച്ചിരുന്നില്ല. ഷാമിലി മാത്രമല്ല, ബേലിൻദാസിന്റെ ക്രൂരതയ്ക്ക് ഇതിനു മുമ്പും അവിടെ ജൂനിയറായി എത്തിയിരുന്നവർ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഷാമിലി പറയുന്നത്. പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളെല്ലാം കോടതിയെ ധരിപ്പിച്ചില്ലേ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം മറ്റൊരു അഭിഭാഷകയെ, ഒരു ജൂനിയർ അഭിഭാഷകയെ കഴിഞ്ഞ ദിവസം ഈ ഷാമിലി ജനറൽ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. നമ്മോട് സംസാരിക്കുമ്പോൾ ഓഫ് ദ റെക്കോർഡ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്യാമറയിൽ പറയാൻ അവർക്ക് താല്പര്യമില്ലാതെ അല്ലാതെ പറഞ്ഞു, ഇയാൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്, ക്രൂരമായ പെരുമാറ്റമാണ്, മോശമായ പെരുമാറ്റമാണ്, വളരെ വേഗം ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ആളാണ്, അത്തരത്തിൽ വളരെ മോശം രീതിയിൽ ജൂനിയേഴ്സോട് പെരുമാറുന്ന ആൾ തന്നെയാണെന്ന് ആ അഭിഭാഷകയും നമ്മോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ പരാതിയുമായി എത്താൻ തയ്യാറായില്ല, അല്ലെങ്കിൽ പൊതുസമൂഹം തുറന്നു പറയാൻ തയ്യാറായി. നിരവധി പേർക്ക് ഒരുപക്ഷെ ഇയാളിൽ നിന്ന് ഈ അനുഭവം ഉണ്ടായിരുന്നിരിക്കണം. ഷാമിലിക്ക് തന്നെ പലതവണ ഈ അനുഭവം ഉണ്ടായതിനായി അവരും അവരുടെ കുടുംബവും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇയാൾക്കെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയും പാടില്ല എന്നവർ ആവശ്യപ്പെടുന്ന ബാർ അസോസിയേഷനോടും ആ നിലപാട് അവർ ഉന്നയിച്ചത്. ഏതായാലും ഇനി ഈ കേസിൻ്റെ നടത്തിപ്പിൽ വിചാരണ ഘട്ടത്തിലടക്കം ഈ നിലപാടുകൾ ഇവർ ഉറച്ചു നിൽക്കണം. ഷാമിലി കുടുംബവും ഉറച്ചു നിൽക്കേണ്ട കാര്യമുണ്ട്. ഓഫീസിലുള്ള ചില ആളുകൾ ഇപ്പോൾ തന്നെ ഈ ബേലിൻദാസിന് അനുകൂലമായാണ് മൊഴി നൽകുന്നത്, അല്ലെങ്കിൽ ബാർ അസോസിയേഷൻ യോഗത്തിലടക്കം ആ നിലപാടാണ് സ്വീകരിച്ചത്. അതൊക്കെ ഒരുപക്ഷെ കേസ് നടത്തിപ്പിനെ മുന്നോട്ട് പോകാനെ ബാധിച്ചേക്കാം. ഏതായാലും താൽക്കാലിക നീതിയെങ്കിലും ഷാമിലിക്ക് ലഭിച്ചു. അത്രയധികം ക്രൂരമായ ആക്രമണമാണ് ആ പെൺകുട്ടി നേരിടേണ്ടി വന്നത്, അത്രയധികം വേദനയാണ് അവൾ സഹിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും അവൾക്കൊരു നീതി ലഭിച്ചു എന്ന് പറയാം. ഇയാളെ ജാമ്യം കോടതി അനുവദിച്ചത് ഒരുപക്ഷെ വലിയ നീതി നിഷേധമായത് മാറുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. കോടതി കേസിൻ്റെ മെരിറ്റ്, അത് പൊതുസമൂഹത്തിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, ഇതെല്ലാം പരിഗണിച്ചാകാം ഒരുപക്ഷെ അയാൾക്ക് ഇന്ന് ജാമ്യം നൽകേണ്ട തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. അരുൺ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബേലിൻദാസിനെതിരെ ഈ പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ അടക്കം അഭിഭാഷക പ്രമുഖരുടെ ഒരു വലിയ നിര തന്നെ ബെയിലിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ടുവന്നു. ബെയിലിനെ ന്യായീകരിച്ചുകൊണ്ട്, ഷാമിലിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊക്കെ പല കഥകളും അവർ മെനഞ്ഞു. പല തരത്തിൽ ബെയിലിനെ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഘട്ടത്തിലാണ് ബാർ അസോസിയേഷൻ അഭിഭാഷക വൃത്തിയിൽ നിന്ന് ഈ ബെയിലിനെ വിലക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്കൊക്കെ കടന്നത്. ഷാമിലിയുടെ ആവശ്യവും അത് തന്നെയായിരുന്നു. ഇത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി ഇനി വക്കീൽ കുപ്പായം ധരിച്ചുകൊണ്ട് ഈ പ്രവൃത്തിയുമായി, ഈ ജോലി, ഈ പ്രൊഫഷനിൽ മുന്നോട്ട് പോകരുത് എന്നുള്ളത്. ഇപ്പോൾ കോടതി കൂടി ഗൗരവത്തോടെ ഈ വിഷയത്തെ കണ്ട സ്ഥിതിക്ക്, നിയമ നടപടി അത്രത്തോളം സ്ട്രോങ് ആകുന്ന സ്ഥിതിക്ക്, ബാർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് അടക്കമുള്ള മറ്റ് നടപടികൾ അത് ഏത് തരത്തിൽ വരും എന്നുള്ളതാണ് സൂചന. ബാർ അസോസിയേഷന്റെയും ബാർ കൗൺസിലിന്റെയും ഒക്കെ നടപടികൾ തുടർന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷെ അപ്പോഴും ഇയാളെ രക്ഷിക്കാൻ വല്ലാത്തൊരു ഉത്സാഹം ഈ വക്കീലന്മാർ കാണിച്ചു എന്നുള്ളത് വസ്തുതയാണ്. മാത്രമല്ല, വഞ്ചൂർ കോടതിയിൽ നമുക്കറിയാം എത്രയോ വർഷങ്ങളായി പ്രത്യേക നിയമമാണ്, രാജ്യത്തിൻ്റെ നിയമസംഹിതയ്ക്ക് അപ്പുറത്താണ് അവിടുത്തെ ഒരു കൂട്ടം അഭിഭാഷകരുടെ പ്രവർത്തനം. മാധ്യമങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടമാണ്. പോലീസിന് വക്കീലന്മാർക്ക് അനിഷ്ടമുണ്ടാകുന്ന തരത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടമാണ്. അതായത് ഏതെങ്കിലും ഒരു ക്രിമിനൽ അഭിഭാഷകൻ, അയാൾക്കെതിരെ പോലീസ് കേസെടുത്താൽ അയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വക്കീലന്മാർ പറയുന്ന സമയത്ത് പറയുന്നിടത്തേക്ക് പോലീസ് എത്തണം, അല്ലെങ്കിൽ അവർ കോടതിയിൽ ഹാജരാക്കും. അതിനപ്പുറത്തേക്ക് കോടതി വളപ്പിൽ കയറിയോ വക്കീൽ ഓഫീസിൽ കയറിയോ ഒരു പ്രതിയെ പിടികൂടാനുള്ള അധികാരം പോലീസിനില്ല. പോലീസിന് അധികാരമില്ലാത്തത് കൊണ്ടല്ല, അത് അനുവദിക്കില്ല. അഭിഭാഷകർ ഈ ബേലിൻദാസിനെ രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആ രീതിയിലാണ്. മാധ്യമങ്ങൾക്കെതിരെ ആ രീതിയുണ്ട്. മാധ്യമങ്ങൾ എല്ലായിടവും റിപ്പോർട്ട് ചെയ്തതുപോലെ കോടതിയും റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തെ മറ്റൊരു കോടതിയിൽ ഇല്ലാത്ത ഒരു അപ്രഖ്യാപിത വിലക്കാണ് തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ അവിടെ
ഈ അഭിഭാഷക സമൂഹം മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അത്തരം വിലക്കുകളുണ്ട്. ഇന്ന് രാവിലെ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറെ മർദ്ദിക്കാൻ ശ്രമിച്ചു, പിടിച്ചു തള്ളിയ വിഷയമുണ്ടായിരുന്നു. നമ്മുടെ ഒരു ക്യാമറാമാനെതിരെയും ഇന്ന് കയ്യേറ്റ ശ്രമമുണ്ടായി. നമ്മുടെ അരുൺ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ, അത് കോടതിക്കകത്തല്ല, കോടതിക്ക് പുറത്ത് റോഡിൽ ക്യാമറയിൽ നിൽക്കുമ്പോൾ അഭിഭാഷകർ വളഞ്ഞു വെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. മൊബൈൽ പിടിച്ചു വാങ്ങി തല്ലി പൊട്ടിക്കാൻ ശ്രമിച്ച സംഭവമുണ്ട്. ഈ അഭിഭാഷകർക്ക് മഞ്ചൂർ കോടതിയിൽ അത്തരം വിഷയങ്ങൾ നേരത്തെയും ഉള്ളതാണ്, ഇപ്പോഴും ഉള്ളതാണ്. അവർക്ക് പ്രത്യേക രീതിയാണ് അവിടെ, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക നിയമമാണ്. മജിസ്ട്രേറ്റുമാർക്ക് പോലും ഇവർക്കെതിരെ ശബ്ദിക്കാൻ കഴിയില്ല. മജിസ്ട്രേറ്റുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വനിതാ മജിസ്ട്രേറ്റിനെ ചേംബറിൽ കയറി ഭീഷണിപ്പെടുത്തുകയും അവരെ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. തങ്ങൾക്ക് അഹിതമായി ആര് എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അവരെ നേരിടുക എന്നുള്ളത് അത് നിയമത്തിന് വഴിയുടെയല്ല, പക്ഷേ കയ്യൂക്കുകൊണ്ട് അവരുടെ തിണ്ണമെടുക്കുകൊണ്ട് നേരിടുക എന്നുള്ളത് മഞ്ചൂർ കോടതിയിലെ വക്കീലന്മാരുടെ ഒരു പൊതു സ്വഭാവമാണ്. അതിൽ പലപ്പോഴും മാധ്യമങ്ങൾ അതിന് ഇരയായിട്ടുണ്ട്, പോലീസുകാർ ഇരയായിട്ടുണ്ട്, RPF ഉദ്യോഗസ്ഥർ ഇരയായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, മജിസ്ട്രേറ്റുമാർ പോലും ആ ധാർഷ്ട്യത്തിന്, ആ തെമ്മാടിത്തത്തിന് ഇരകളായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ കൂടിയാണ് അവരുടെ ഈ ധാർഷ്ട്യം അല്ലെങ്കിൽ അവരുടെ ഈ അഹങ്കാരത്തിന് ഇരയായി മാറിയത്. അവിടെയും ഈ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം ഒരു കൂട്ടം അഭിഭാഷകരെങ്കിലും, അഭിഭാഷക സമൂഹം പൊതുവിൽ ഈ വിഷയത്തിൽ അവർക്കൊപ്പം നിന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും വലിയൊരു വിഭാഗം ഈ പെൺകുട്ടിക്കെതിരെ, ഈ മർദ്ദിച്ച ബേലിൻ ദാസ് എന്ന അഭിഭാഷകനെതിരെ, ഇപ്പോൾ സബ് ജയിലിൽ കഴിയുന്ന ഈ ബേലിൻ ദാസിനെതിരെ കടുത്ത പിന്തുണയുമായി അയാൾക്കൊപ്പം നിന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ടതാണ്. അരുൺ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അഭിഭാഷകർ മാത്രമല്ല, ഈ പാർട്ടി നേതാക്കളും ഇത്തരത്തിൽ കവചം തീർത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നതും നമ്മൾ കണ്ടു. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ ബേലിൻ ദാസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ചും വലിയ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടന്നില്ലേ? തീർച്ചയായിട്ടും ബേലിൻ ദാസിന് സംരക്ഷണം ഉണ്ടായി, ഇല്ലെങ്കിൽ 3 ദിവസം അയാൾക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ പൊതുവിലുണ്ട്. ഇയാളുടെ രാഷ്ട്രീയം സംബന്ധിച്ചും വലിയ ചർച്ചകൾ ഉയർന്നു വന്നതാണ്. 2011 മറ്റോ ഇയാൾ CPM-ന്റെ 2015 തോന്നുന്നു, CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി പൂന്തുറ വാർഡിൽ മത്സരിച്ചു. അന്ന് പരാജയപ്പെട്ടു. ഇയാൾ കേരള കോൺഗ്രസിൻ്റെ നേതാവിനോട് പരാജയപ്പെടുകയായിരുന്നു. അതിനു മുമ്പ് ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രാദേശിക ഭാരവാഹിയായിരുന്നു. ഈ CPM-ൽ നിന്ന് വിട്ട ശേഷം ഇയാൾ CPI-യുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കുറച്ച് നാൾ പ്രവർത്തിച്ചിരുന്നു. അവിടെ നിന്ന് വീണ്ടും 2022 കോൺഗ്രസിൻ്റെ സംഘടനയിൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇയാൾ പ്രവർത്തിക്കുന്നത് സംഘടനയും കോൺഗ്രസുമായി ബന്ധമുള്ളതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കൂടി ഉൾപ്പെട്ട ഒരു അഭിഭാഷക സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്. ഇയാളെ ജാമ്യത്തിലെടുക്കാൻ വന്ന അഭിഭാഷകനും അയാളെ ഇന്നലെ ഇയാൾ സ്റ്റേഷനിലാകുമ്പോൾ അയാളെ കാണാൻ വന്ന അഭിഭാഷകർക്കുമൊക്കെ വലിയ രീതിയിൽ ഈ കോൺഗ്രസ് ബന്ധമുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇയാളുടെ രാഷ്ട്രീയ ബന്ധം ആ രീതിയിൽ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരു പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് CPM പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നു പാർട്ടി ബന്ധുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇയാൾ പിടികൂടുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. എന്നാൽ CPM പറയുന്നത് പൂർണ്ണമായും ഇയാൾ കോൺഗ്രസ്സുകാരൻ 2022 മുതൽ കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസിൻ്റെ അംഗത്വമുള്ള ആളുമാണെന്ന് CPM പറയുന്നു. ഏതായാലും ഏതൊക്കെ കോണുകളിൽ നിന്ന് ഇയാൾക്ക് വലിയ സംരക്ഷണം കിട്ടിയെന്നുള്ളത് വസ്തുതയാണ്. ആ സംരക്ഷണം നൽകിയവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അത്തരം നീക്കങ്ങൾ പോലീസ് നടത്തുന്ന സൂചനകളുണ്ട്. ഏതായാലും അതും വരും ദിവസങ്ങളിൽ ഏത് രീതിയിലേക്കാകും ഇത് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. തീർച്ചയായും VV അരുണാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. യുവ അഭിഭാഷകയെ മർദ്ദിച്ച ക്രൂരനായ അഡ്വക്കേറ്റ് ബേലിൻ ദാസിന്, സീനിയറിന് ഇനി ബേലിൻ ദാസിനെ ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ് കോടതി. ഈ മാസം 30 വരെയാണ് റിമാൻഡിൽ അയച്ചിരിക്കുന്നത്.